12th പഠിക്കുമ്പം എനിക്ക് അത്യാവശ്യം നല്ല ലോങ് ഹെയർ ഉണ്ടായിന്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ പറയാണ്ട് മുടി മുറിക്കാമെന്നുള്ള തീരുമാനം എടുത്തിട്ട് ഒരു സലൂണിൽ പോയിട്ട് മുടി മുറിക്കാൻ പോയി. അവിടെ നിന്ന് ഞാൻ പറഞ്ഞു ചേച്ചി എൻ്റെ മുടി ഒന്ന് ലെയർ അടിച്ചായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു അയ്യോ മോളെ നല്ല മുടിയാന്ന്, ഇത് മുറിക്കണ്ട, ഞാൻ വേണം ട്രിം ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ മാക്സിമം കൺവീൻസ് ചെയ്തിട്ട് വെച്ചു. അപ്പം ഞാൻ വെച്ചാൽ ഓക്കെ അങ്ങനെ ആക്കാമെന്ന്. എന്നുവെച്ചാൽ എനിക്ക് ഒട്ടും തൃപ്തിയായിട്ടാട്ടെ എങ്ങനെയെങ്കിലും ഇതൊന്ന് മുറിക്കണം എന്നിട്ടൊന്ന് സ്റ്റൈലിഷ് ആവണം എന്നുള്ളൊരു തോട്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ വേറെ സ്ഥലങ്ങളിൽ പോയി. അപ്പോൾ അച്ഛനോട് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിട്ടാ ഞാൻ മുടി മുറിക്കുന്നതെന്ന്. കാരണം അച്ഛന് ഇഷ്ടമല്ല, അച്ഛന് മുടി എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ടാകുമ്പോൾ ഞാൻ വേറെ സ്ഥലത്ത് പോയിട്ടാകുമ്പോൾ അവിടെ നിന്ന് അവർ നല്ല ഞാൻ പറഞ്ഞ രീതിയിൽ ഷോർട്ടാക്കിയിട്ട് തന്നു കേട്ടോ. എന്നിട്ട് എനിക്ക് ഫുൾ ടെൻഷനായി. വീട്ടിൽ പോയാൽ എന്ത് പറയില്ല, അച്ഛനെ ഇങ്ങനെ ഫേസ് ചെയ്യും. എന്നിട്ട് അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛാ എന്നൊന്നും പറഞ്ഞുകൂടാ, ഞാൻ മുടി ഇങ്ങനെ ഷോർട്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ മുടിയല്ലേ അത് വളരുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് നല്ല ചീത്ത കിട്ടി, നിനക്ക് അഹങ്കാരാന്ന്, നിനക്ക് എന്തെന്ന് ദൈവം അറിഞ്ഞിട്ട് കുറച്ച് മുടി തന്നിട്ടാകുമ്പം നീ അത് കൊണ്ട് കളയുന്നതിന് അങ്ങനെ എന്തെല്ലോ പറഞ്ഞു കേട്ടോ. എന്നിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. എന്നിട്ട് ഞാൻ വെച്ചാൽ മുടിയല്ലേ വളരുന്നു. അന്ന് ഞാൻ ആ മുറിച്ച മുടി പിന്നെ എനിക്ക് ആ ഒരു പണ്ടത്തെ ആ ഒരു മുടി എനിക്ക് ഇത്രോളം വന്നിട്ടില്ല. പിന്നെ വരും, എൻ്റെ അഹങ്കാരം കൊണ്ട് പിന്നെയും മുറിക്കും അങ്ങനെ മുറിച്ച് ഇപ്പോൾ ഇല്ലേ, ഇപ്പോൾ എനിക്ക് ടെൻഷനാണ്. ഈശ്വര മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോയാലേ ഞാൻ ലാസ്റ്റ് കഷണ്ടി ആയി പോകുമെന്ന്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് നല്ല മുടി ദൈവം അറിഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് മുറിക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക. കാരണം ഇപ്പോൾ കുറേ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം ഉണ്ട്. ഞാനും അത്യാവശ്യം ഹെയർ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, നമുക്ക് നല്ല മുടി അത് പോയ തന്നെയാണ്. പിന്നെ നമുക്ക് അതിനൊരു കംബാക്ക്